നാട്ടിലോട്ട് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബുക്ക് ചെയ്തൊരു കാര്യമായിരുന്നു ഇവിടെ വന്നിട്ടൊരു പോസ്റ്റ്നേറ്റൽ കെയർ. ഇപ്പം പിന്നെ പ്രസവരക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ സമയതയാണല്ലോ. നാട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ എത്ര പേര് ചോദിച്ചു സമയതയിൽ പോകുന്നില്ലേന്ന്. വന്ന തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 7 ദിവസത്തെ പാക്കേജാണ് ഞാൻ സമയതയിൽ എടുത്തിട്ടുള്ളത്. രാവിലെ എണീറ്റ് ഒന്ന് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നേരെ ഇങ്ങോട്ട് പോരും. പിന്നെ നല്ലൊരു ഹെഡ് മസാജിലും ഫേസ് മസാജിലും ഒക്കെ ഓരോ ദിവസത്തെയും സെഷൻ തുടങ്ങും. പ്രഗ്നൻസി എന്നൊക്കെ പറയുന്ന ഒരു മാജിക്കൽ ഫേസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോൾ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ പ്രസവം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ. മെന്റലി ഫിസിക്കലിയും കുറച്ചുകൂടെ ബെറ്റർ സ്പേസിലെത്താൻ ഈ കഴിഞ്ഞ 7 ദിവസം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഈ 2 മണിക്കൂർ എൻ്റെ ശരീരത്തിന് അത്രയും ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് അത്രയും റിലാക്സിങ് ആയിരുന്നു. 1-2 തവണ സുഖചികിത്സയൊക്കെ എടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ആദ്യമായിട്ടാണ്. ഇന്നിപ്പോൾ 7 ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ്നേറ്റൽ കെയർ ചെയ്യാൻ വൈകിയൊരു വിഷമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പ്രഗ്നൻസിയിലെ 2nd ട്രൈമസ്റ്റർ തൊട്ട് ബോഡിയിൽ നല്ല ഡിസ്കളറേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മോനെ എടുക്കുന്ന കാര്യങ്ങളും നമ്മുടെ ജോലിയുടെ ഭാഗമൊക്കെയായി നല്ല ഷോൾഡർ പെയിനും ഉണ്ടായിരുന്നു. ഇത് രണ്ടും പരിഹരിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ 7 ദിവസത്തെ ട്രീറ്റ്മെന്റ്സ് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബോഡിയിൽ വന്ന ഡിസ്കളറേഷൻ ഈ 7 ദിവസത്തെ ട്രീറ്റ്മെന്റിൽ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ബാക്ക് പെയിനും നല്ല മാറ്റം വന്നിരുന്നെങ്കിലും മുഴുവൻ വിട്ടുമാറണമെന്നുണ്ടെങ്കിൽ ഇനി 7 ദിവസം നല്ലരിക്ക് കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് അവസാനത്തെ ദിവസം എന്നത്തെയും പോലെ ചൂടുവെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണക്കി ചെറുതായി ഒന്ന് ഒരുങ്ങി ഇവിടുന്ന് ഞാൻ ഇറങ്ങുന്നത് അത്രയും റിഫ്രഷ്ഡ് ആയിട്ടാണ്. നാളെ തൊട്ട് ഈ വേദകുളിയും ധൂമപാനും ശിരോധാരയും ഉഴിച്ചിലും പിന്നെ അതേ ചുക്ക് കാപ്പിയും ഒക്കെ ഞാൻ മിസ് ചെയ്യും. പോസ്റ്റ്നേറ്റൽ കെയറിന് എന്നോട് ആരെങ്കിലും ഒരു സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെയായിരിക്കും എൻ്റെ 1 and only സജഷൻ.